നമസ്കാരം. മനുഷ്യന്മാർ സോഷ്യൽ ആനിമൽസ് ആണെന്ന് പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പല പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് കുറച്ച് നാണം തോന്നിയേക്കാം, അല്ലെങ്കിൽ കുറച്ച് ആങ്ഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഇതേ നാണവും ആങ്സൈറ്റിയും വളരെ അമിതമായി വന്ന് നമ്മുടെ ഇങ്ങനത്തെ പരിപാടികൾ പങ്കെടുക്കുന്നതിന് തടസ്സമായി തുടങ്ങുമ്പോൾ അതിനൊരു സോഷ്യൽ ആങ്സൈറ്റി എന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നു. സോ എന്താണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ? അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അതിനെങ്ങനെ ചികിത്സിക്കാം? അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ആദ്യത്തെ ചോദ്യം, എന്താണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ സോഷ്യലായിട്ടുള്ള സന്ദർഭങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അമിതമായിട്ട് ആങ്സൈറ്റിയോ നാണമോ തോന്നുന്നു, ആൻഡ് അതുകൊണ്ട് തന്നെ എഫക്റ്റീവായി ഇങ്ങനത്തെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അതിനെയാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ പരിപാടികൾ എന്ന് പറയുമ്പോൾ പല രീതിയിലായേക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആണ്, എന്തോ സ്പീച്ച് കൊടുക്കുകയാണ്, എന്തോ അവതരിപ്പിക്കുകയാണ്, അതൊരു തരം സോഷ്യൽ സിറ്റുവേഷനാണ്. മറ്റൊന്നുള്ളത് പുതിയ ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ അത് വേറെ ഒരു സോഷ്യൽ സിറ്റുവേഷനാണ്. പിന്നീടുള്ളത് പല പാർട്ടികളിലോ അല്ലെങ്കിൽ സോഷ്യൽ ഫങ്ഷൻസിൽ പങ്കെടുക്കുമ്പോൾ അത് വേറെ ഒന്നാണ്. അതുകൂടാണ്ട് തന്നെ നമ്മൾ പബ്ലിക്കായി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒപ്പിടുകയാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണ്, അതിനെക്കുറിച്ച് എംബാരസ്ഡ് ആയി തോന്നുക, ഇതെല്ലാം സോഷ്യൽ സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്ന ആങ്സൈറ്റി എന്ന് പറയാം. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവരുടെ ചിന്തയിൽ ഉണ്ടാവുക, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ വിലയിരുത്തുന്നു, ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ തെറ്റിച്ചു പോകുമോ, അതുകൂടാണ്ട് തന്നെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് അവരെ മുമ്പിൽ കാണപ്പെടുന്നത്, ഇതൊക്കെയാണ് അധികവും ചിന്തകൾ ഉണ്ടാവുക. ചുരുക്കി പറയുകയാണെങ്കിൽ, സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് അധികവും ബേജാറുള്ളത് മറ്റുള്ളവർ അവരെ നെഗറ്റീവായി വിലയിരുത്തി പോകുമോ എന്നാണ്. സോ എന്താണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ? നെഞ്ചെടുപ്പുണ്ടാകാം, കൈവറയുണ്ടാവാം, വേർത്തു പോകാം, ശരീരമൊട്ടാകെ തരിപ്പ് അനുഭവപ്പെടാം, നെഞ്ചത്തെന്തോ കുടുങ്ങിക്കിടക്കുന്നുള്ള ഒരു മാതിരി അനുഭവപ്പെടാം, വായെല്ലാം ഉണങ്ങിയിട്ടുള്ള മാതിരി അനുഭവപ്പെടാം. ഇതെല്ലാമാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. ഇതെല്ലാം കൂടാണ്ട് തന്നെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നോക്കും. ആൻഡ് അഥവാ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പെട്ടുപോയാൽ വളരെ അൺകംഫർട്ടബിളായി അനുഭവപ്പെടും. എന്തുകൊണ്ടാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവുന്നത്? ഇതാണ് അടുത്ത ചോദ്യം. ഇന്ന കാരണം കൊണ്ടാണ് എന്ന് കൃത്യം പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും അതിന് ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഫാമിലിയിൽ ആർക്കെങ്കിലും ആങ്സൈറ്റി അസുഖമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സോഷ്യൽ ആങ്സൈറ്റിക്കുള്ള സാധ്യത കൂടുതലാണ്. ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ അതുകൊണ്ടും വരാം. ചിലതരം പേഴ്സണാലിറ്റി, പൊതുവെ ആങ്ഷ്യസ് ആവുന്ന പേഴ്സണാലിറ്റി ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് ഒരു കാരണം പറയുന്നത്, നമ്മുടെ തലച്ചോറിൽ അമിഗ്ഡല എന്ന് പറഞ്ഞ ഒരു സെന്റർ ഉണ്ട്. അതാണ് നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ അമിഗ്ഡലയ്ക്കുള്ള രക്തോട്ടത്തിന്റെ വ്യത്യാസം കൊണ്ടും സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ വരാം. എങ്ങനെയാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ചികിത്സിക്കപ്പെടുക? രണ്ട് തരം രീതിയാണ് ചികിത്സിക്കാൻ. ഒന്നാണ് സൈക്കോളജിക്കലായിട്ട്, മറ്റേതാണ് മെഡിസിൻസ് മുഖാന്തരം. സൈക്കോളജിക്കലായിട്ട് പലതരം തെറപ്പികളുണ്ട്. പ്രധാനമായിട്ടും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി അഥവാ CBT, അതുകൂടാണ്ട് തന്നെ റിലാക്സേഷൻ എക്സസൈസ്, ഇതെല്ലാം ഹെൽപ്ഫുൾ ആണ്. മറ്റു ചിലർ യോഗാസനം, മെഡിറ്റേഷൻ എന്നിവ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളതാണ് മെഡിസിൻസ്. ആങ്സൈറ്റിക്ക് വേണ്ടി ചില സ്പെഷ്യലായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഈ വളരെ തീവ്രമായിട്ടുള്ള സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ആകുമ്പോൾ മെഡിസിൻ ആണ് യൂഷ്വലി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്. അത് ചിലവർക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാറുണ്ട്, മെഡിസിൻസും കൂടാണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഫൈനലായിട്ട് ഒരു ചോദ്യം തോന്നിയേക്കാം, എനിക്ക് എൻ്റെ ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ഒന്നുള്ളത്, ഈ തിരക്ക് പിടിച്ചിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതം ഈ ആങ്സൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിന് ഉറങ്ങുക, കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുക, റെഗുലറായിട്ട് എക്സസൈസ്, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുകൂടാണ്ട് തന്നെ യോഗാസനമോ അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസോ നമുക്ക് റെഗുലറായി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആണ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി. ഇതെല്ലാം കൂടാണ്ട് തന്നെ സോഷ്യലായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികളിൽ നമ്മൾ ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഹെൽപ്പ് ചെയ്യും. സോഷ്യലായിട്ടുള്ള പരിപാടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും യോഗ ക്ലബ്ബിൽ എന്തെങ്കിലും ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ പെയിൻറ്റിങ് കോഴ്സോ കുക്കിംഗ് കോഴ്സോ, ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആളുകളുടെ നടുക്കിൽ ഇടപഴകും.
ആൻഡ് അത് നമ്മളെ മെല്ലെ ട്രെയിനിങ്ങും ഈ സോഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കംഫർട്ടബിൾ ആവാൻ വേണ്ടി ഇതെല്ലാം ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്താണ്, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി എന്ന് വെക്കുന്നു. താങ്ക് യു.